ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു ചാനലിൽ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവില്ലേ? ആൻഡ് സഫാരി വ്ളോഗർ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് ഫോക്സ് ചാനൽ എന്നാണ്. നമ്മൾ ചൂണ്ടയിടലും കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തു വരുന്നത്. പക്ഷേ ഈ ചാനലിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, ഈ ചാനലിൻ്റെ ഓണർ ഒരു പുതിയ GoPro Hero 9 Black, ഏതൊരു വ്ളോഗറിൻ്റെയും ഒരു സ്വപ്നമായിട്ടുള്ള ഒരു ക്യാമറയാണ് മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഒരു ക്യാമറ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ളത്. ഇത് ആണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് അതിനുള്ള കുറച്ച് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കുറച്ച് ബബിൾ പേപ്പേഴ്സാണ്. അതിൻ്റെ ഉള്ളിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ, സാൻഡിസ്കിൻ്റെ 200 GB ഒരു മെമ്മറി കാർഡ്. ഇത്രയെങ്കിലും കപ്പാസിറ്റി ശരിക്കും നമുക്കൊരു ആക്ഷൻ ക്യാമറ കൊണ്ട് നടക്കുമ്പോൾ വേണ്ടി വരും. 200 GB എങ്കിലും വേണ്ടി വരും. നമ്മൾ ഉപയോഗിക്കുന്നത് 32 GB ആണ്. നമ്മൾ ഒരു ദിവസത്തെ വീഡിയോ കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിൽ പോയിട്ട് ഇതിലേക്ക് മാറ്റാറാണ് പതിവ്, കമ്പ്യൂട്ടറിലേക്ക് മാറ്റാറാണ് പതിവ്. ഇതിപ്പോൾ 3-4 ദിവസം 10 ദിവസത്തെ ട്രിപ്പ് വേണമെങ്കിൽ നമുക്കിതിൽ ഒരുമിച്ച് കൊണ്ട് നടക്കാൻ പറ്റും. അതിൻ്റെ മെയിൻ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ഏതൊരു ആക്ഷൻ ക്യാമറയും വെല്ലുന്നൊരു കാര്യം ഈ GoPro Hero 9 ബ്ലാക്കിനുള്ളത് വേറൊന്നുമല്ല, 5K റെസൊല്യൂഷനാണ്. 5K റെസൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്ന, റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐഫോൺ പോലും 4K വരെ വരുന്നുള്ളൂ. എൻ്റെ കയ്യിലുള്ളത് ആപ്പിളിൻ്റെ XS എന്ന് പറയുന്നൊരു മോഡലാണ്. അതിലാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പോലും 4K റെസൊല്യൂഷനെ മാക്സിമം വരുന്നുള്ളൂ. ഇതിന് 5K വരുന്നുണ്ട്. അപ്പോൾ അത് ഈ 40,000 രൂപയ്ക്ക് വർത്താണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പം Hero 9 Black, ഈ ബ്ലാക്ക് എന്ന് എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ 2-3 കളർ വേരിയൻസിൽ ഇറങ്ങുന്നുണ്ട്. സിൽവറൊക്കെ വരുന്നുണ്ട്. അതിനും ഈ ബ്ലാക്കിനും തമ്മിൽ ഓപ്ഷൻസ് കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം കേട്ടോ. അപ്പം ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും നമ്മുടെ പ്രമോദേട്ടൻ, ഷാർജയിലുള്ള പ്രമോദേട്ടനാണ് നമ്മുടെ സുർജിയേട്ടന് സാധനം എടുത്ത് അയച്ചു കൊടുത്തത്. ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവമാക്കി ഒരു സംഭവം അൺബോക്സ് ചെയ്യുന്നത്. കാരണം ഇവിടെയുള്ള സാധാരണക്കാരുടെ കയ്യിൽ ഈ Hero 9 എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം എല്ലാവരുടെയും കയ്യിൽ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 20 MP ക്യാമറയാണ്. അതായത് ഒരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാലും വലിയ ഒരു ക്യാമറയും സന്നാഹങ്ങളും പടക്കോപ്പുകളും ഒന്നും വേണ്ട. ഈ ഒരു ചെറിയ കുഞ്ഞൻ ക്യാമറ മതി നല്ലൊരു ഫോട്ടോ എടുക്കാൻ. വീഡിയോ എടുക്കാനാണെങ്കിലും അങ്ങനെ മതി. കണ്ടോ, 5K at 30 frames per second. ഒരു സെക്കൻഡിൽ 30ഓളം ഫ്രെയിംസ്, അത് 5K റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യാനും 4K റെസൊല്യൂഷൻ അറ്റ് 60 frames per second. അതൊക്കെ വീഡിയോയുടെ കുറച്ച് കോറായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയും നമ്മൾ കൂടുതൽ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു 4K ഉണ്ടെങ്കിൽ തന്നെ മതി. ഇത് അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഇതിൻ്റെ ഈ ഒരു ക്യാമറയെ പറ്റി പറയാനുള്ളൂ. പിന്നെ 10 മീറ്ററോളം വെള്ളത്തിൻ്റെ അടിയിൽ വാട്ടർ പ്രൂഫായിട്ട് ഈ സാധനത്തിന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഒരു ആക്ഷൻ ക്യാമറ എന്നുള്ള രീതിയിൽ ഇതിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു GoProയ്ക്കുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന കുറേ അതിൻ്റെ മൗണ്ടുകളും ബാറ്ററി, അതിൻ്റെ ടൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ക്ലിപ്പുകൾ, ഹെഡ് മൗണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളെ പറ്റിയുള്ള സാധനങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 MP ക്യാമറ, വോയിസ് കൺട്രോൾ, വോയിസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മോഷൻ, നല്ല സൂപ്പർ സ്ലോമോ, അതായത് 240 frames per second എന്നുള്ള രൂപത്തിലൊക്കെ 240 FPS വരെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ കുറേ ഗുണങ്ങളുണ്ട്. 1080p ലൈവ് സ്ട്രീമിങ്, പിന്നെ അതൊക്കെ ഓരോ കോറായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ എൻ്റെ സാധനങ്ങൾ എങ്ങനെയുണ്ട്, നമ്മുടെ ആ കുഞ്ഞൻ ക്യാമറ എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. സുഹൃത്തുക്കളുടെ കയ്യിലൊക്കെ GoPro ഉണ്ടെങ്കിലും ഇതുപോലെ GoPro വരുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് നല്ലൊരു ഹാർഡ് കേസ്, ക്ലോത്തിൻ്റെ കവറിങ് വരുന്ന ഒരു ഹാർഡ് കേസിലാണ് GoPro Hero 9 Black വരുന്നത്. അത് നമുക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ടു നടക്കാനും എല്ലാത്തിനും വളരെയധികം സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ് GoPro കമ്പനി ചെയ്തിട്ടുള്ളത്. അപ്പം നല്ലൊരു ഫിനിഷിങ്ങുള്ള ഒരു കിടിലൻ, നമ്മുടെ കണ്ടോ, കൈപ്പത്തിയിൽ ഒതുങ്ങാവുന്ന, കൈപ്പത്തിയിൽ കുറച്ച് വലുപ്പം കൂടുതലുണ്ട്, അത്രയും പോകുന്ന ഒരു സൈസിലാണ് ഈ ഒരു ക്യാമറ വരുന്നത്. അപ്പം നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ, നമ്മുടെ കുഞ്ഞൻ ക്യാമറ. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ലാമിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് സാധനം വന്നിട്ടുള്ളത്. അപ്പം GoPro അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ള ആദ്യം ഒന്ന് കണ്ടു നോക്കാം. C ടൈപ്പാണ് ചാർജർ വരുന്നത്, USB കേബിൾ, C ടൈപ്പ് ചാർജർ വരുന്നുണ്ട്.
അതിൻ്റെ അടിയിൽ പശ വരുന്ന നമ്മളെ കാറിൻ്റെ ഹെൽമെറ്റിൻ്റെ ബോണറ്റിൻ്റെ ഒക്കെ മേലെ ബൈക്കിൻ്റെ ഒക്കെ മേലെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മൗണ്ട് വരുന്നുണ്ട്. ഗോപ്രോയുടെ ബാറ്ററി വരുന്നുണ്ട്. സിംഗിൾ ബാറ്ററി ഒരു കിറ്റിൽ വരുന്നുള്ളൂ. അഡീഷണൽ ബാറ്ററി വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ഗോപ്രോയുടെ ക്ലിപ്പ്, ഈ ക്ലിപ്പാണ് നമ്മൾ നേരിട്ട് അതിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഈ ക്ലിപ്പാണ് നമ്മൾ ഈ കാറിലോ അല്ലെങ്കിൽ വേറെ ഏത് മൗണ്ട് വരുമ്പോഴും അതിലേക്ക് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യാറ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് ഗോപ്രോ നമ്മളെ ഈ മൗണ്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ. ഈ സാധനങ്ങളൊക്കെ ഇതിലാണ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് നമുക്ക് ബോക്സിൻ്റെ പുറത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് നേരെ ഗോപ്രോ എടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ ഫ്രണ്ടിലും ഒരു കളേർഡ് ഡിസ്പ്ലേ, ബാക്കിലും ഡിസ്പ്ലേ. അതായത് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വ്ളോഗേഴ്സിന് നമുക്ക് ഇങ്ങനെ കണ്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ എത്രത്തോളം നമ്മളെ ഫേസ് അതിൽ എക്സ്പോഷർ ആവുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും എല്ലാം കണ്ട് സംസാരിക്കാനും പറ്റിയിട്ടുള്ള രൂപത്തിലൊരു ചെറിയൊരു കുഞ്ഞൻ ഡിസ്പ്ലേ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്ററിയും മെമ്മറി കാർഡും ഇതിലിട്ട ശേഷം ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 200 GB മെമ്മറി കാർഡാണ് സാൻഡിസ്കിൻ്റെ. ഭയങ്കര ഹൈ സ്പീഡ് ആയിരിക്കും. മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് വിടാൻ വരുന്നത്. ഇതിൽ മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നേരെ ബാറ്ററി ഇടുന്നു. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. യെസ്. അപ്പോൾ ഫസ്റ്റിൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. ടച്ചാണ് കേട്ടോ. നമുക്ക് ടച്ച് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങൾ, അവരുടെ ലീഗൽ സ്റ്റഫും കാര്യങ്ങളൊക്കെ നമ്മൾ അഗ്രി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. GPS ഓൺ ചെയ്യുന്നുണ്ട്. ഗോപ്രോ ആപ്പ് മൊബൈലിൽ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡേറ്റും ടൈമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ എടുത്ത് പറയേണ്ടതില്ല. കണ്ടോ, കൈ അനങ്ങിയിട്ടും ആ വീഡിയോയിൽ ആ സാധനം അനങ്ങുന്ന പോലുമില്ല. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ക്യാമറ ഓൺ ചെയ്തപ്പം ഇതിൽ ഏകദേശം 10% ചാർജേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പവർ ബാങ്കിൽ ചാർജിനിട്ടു. ഇപ്പം ഏകദേശം എത്ര പെർസെൻറ്റേജ് ആയി നോക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ. 73% ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ കൊള്ളാട്ടോ. നമ്മുടെ ഗോപ്രോ ഇതാണ്. ഗോപ്രോ അല്ല, ഒരു ആക്ഷൻ ക്യാമറയാണ്. വെറും 4000 രൂപയുള്ളൂ. 4000 രൂപയും 40,000 രൂപയും തമ്മിൽ എന്താണ് മാറ്റം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഫിഷിംഗ് ആണെന്ന് പറഞ്ഞു. കണ്ടോ, റോഡും റീലും ആധുനികമായിട്ടുള്ള മീൻപിടുത്തമാണ്. ഒരു റോഡും അതിൻ്റെ റീലും അതിൻ്റെ നൂലും പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള തവളയാണ്. ഈ തവളയുടെ ഇവിടെ കണ്ടോ ഹുക്ക് വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ വെള്ളത്തിലോട്ട് വലിച്ചെറിഞ്ഞ ശേഷം തിരിച്ചൊരു മോഡറേറ്റ് സ്പീഡിൽ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തവള ഇങ്ങനെ കുലുങ്ങി വരുന്ന കാണുമ്പോൾ മീൻ വിചാരിക്കും അതിനുള്ള ഇരയാണെന്ന് വിചാരിച്ചിട്ട് ചാടി പിടിക്കും. നാടൻ വരാൽ, ചെറുവരാൽ, ആ വക മീനുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ടൈപ്പ് ഫിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർക്ക് സിമ്പിളായിരിക്കും. അപ്പം അത് ഇതിൽ കയറിയിട്ട് ഹുക്കാവുകയാണ് ചെയ്യുക. കണ്ടോ, ഈ കുളത്തിൽ കയറിയിട്ട് ഹുക്കാവും, നമ്മൾ മീനിനെ കയറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഫിഷിങ്ങാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. നമുക്ക് നേരെ ഫിഷിങ്ങിന് പോയാലോ. കേട്ടോ, നടന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് എന്നെ ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു അടിപൊളി സംഭവം കേട്ടോ, കാര്യങ്ങളൊക്കെ പറയാനും മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിന് പോവാം. ഇത് ശരിക്കും ചെയ്യണല്ലേ? ഈ ഫ്രോഗ് അറിയില്ല. ഇതിനെടുത്തുണ്ട് 18 ഗ്രാം. ഇരുന്നോ, ഇറങ്ങിക്കോളി. അതന്നെ തിരിഞ്ഞിറങ്ങിയ സുഖമായിട്ട് ഇറങ്ങി. ആയിൽ ചോട്ടി സൗണ്ടാണ് കളി. അവളാവാൻ ചാൻസ് കുറവാണ് ഇവിടെ. നമ്മൾ കണ്ടോ ഓരോ ഫ്രോഗ് ഇങ്ങനെ മാറ്റി എറിയുന്നുണ്ട്.
ഇത് ലുക്കാന എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫ്രോക്കാണ്. ഓക്കെ, ഇതാണ് ഇങ്ങനെയുള്ള ക്യാമറ എടുത്താലുള്ള ഗുണം, മനസ്സിലായോ? ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും നമുക്ക് കൂടെ കൊണ്ടുപോകാം. മറ്റേത് വെള്ളം നനയോ എന്തെങ്കിലും ആവോ വീണു പോയോ ഇതൊക്കെ ഒരുവിധം ഷോക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വെള്ളം നനഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കണ്ടോ പാടത്ത് കൂടെ നടന്നു പോവാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിത് 3 പേര്, നമ്മുടെ കൂടെ ഉള്ളവർ 3 പേരുണ്ട്. അവിടെ ഇരുന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എറിയുന്നുണ്ട്. ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ സൈഡിലൂടെ അവിടെ ഒരു ചേട്ടൻ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. നമുക്ക് അവിടെ പോയിട്ടൊന്ന് എറിഞ്ഞ് നോക്കാം. ഇങ്ങനെ എറിയുന്നതിനാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ചൂണ്ടക്കാരുടെ സെപ്പറേറ്റ് ഒരു ഭാഷ തന്നെയാണ്. അപ്പോൾ പോയി നോക്കാം. ഇറക്കാൻ പറ്റുമോ? ഓ എടാ അടിപൊളി. എടാ വായിൽ കുടുങ്ങിക്കണാടാ. ഇത് ലിപ് ഗ്രാബർ എന്ന് പറയും കേട്ടോ. മീനെ പിടിക്കുന്ന സാധനമാണ്, മീൻ്റെ വായിലിട്ട് പിടിക്കുന്ന സാധനമാണ്. ഓക്കെ, അതാ അവിടെ അടിച്ച് അരിസേ ഫസ്റ്റ് നാടനാണോ? അടിപൊളി അടിപൊളി. അപ്പം ആൻഡ് സഫാരീസ് വ്ളോഗിലെ ഫസ്റ്റ് നാടൻ വരലാട്ടോ. മീൻപിടുത്തം കാണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ സുർജേട്ടാ? അതെ അതെ. അപ്പോൾ ഫസ്റ്റ് നാടൻ വരൽ ഏകദേശം ഒരു 1/2 കിലോ 600 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും വെയിറ്റ്. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് പോകും. സ്പീഡിൽ വലിച്ച മീൻ പേടിച്ച് ഓടുള്ളടാ. ഞങ്ങൾ 3 പേരായിട്ട് ഇതുണ്ട് നമ്മുടെ ചെറിയ നമ്മൾ 3 പേരായിട്ട് ഏകദേശം 3 നാടൻ വരാലിനാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ന് ഇവനെ കൊണ്ടുപോയിട്ട് സപ്പറാക്കണം. അത്ര ചെറിയ സൈസൊന്നുമല്ല, ചെറിയ സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ തിരിച്ചു വിടാറുണ്ട്. അത്യാവശ്യം വലുതായതുകൊണ്ടാണ് നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്നത്. ഓക്കെ, ചെറിയാക്കാ കഴിഞ്ഞ ദിവസം എത്ര എണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്ന് കഴിഞ്ഞ ദിവസം മൊത്തം 12 എണ്ണം. 12 നാടൻ വരാല്. കുഴപ്പമില്ലല്ലേ? 1 കിലോന് 3/4 കിലോന് ആ ടൈപ്പില്ല മൊത്തം. ഓക്കെ, അപ്പം നല്ല കിടിലൻ സൺസെറ്റ് കാണുന്നുണ്ടോ? ഓ പൊളി. അപ്പം അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെയാണ്. ക്യാമറൻ്റെ റിവ്യൂ ആയിരുന്നു മെയിൻ ഉദ്ദേശം. അതിൻ്റെ കൂടെ അഡ്വഞ്ചർ പർപ്പസിനായിട്ട് ഇറങ്ങുന്ന ഒരു ക്യാമറ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അഡ്വഞ്ചർ പർപ്പസ്, അതായത് നമ്മുടെ ഫിഷിംഗ് ആണ് എൻ്റെ ചാനൽ കൂടുതലായിട്ട് ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിങ്കും നമ്മുടെ ചാനലിലെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ റിവ്യൂ എൻ്റെ ചാനലിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ചാനലിലും കൊടുക്കുന്നതാണ്.
അപ്പം മലപ്പുറം ജില്ലയിലുള്ള ഒരു അതിസുന്ദരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതുപോലെ വൈകുന്നേരങ്ങളിലും രാവിലെകളിലൊക്കെ നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന കാഴ്ചകളാണിത്. അത് വീട്ടിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയിട്ട് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ടാണ് നമ്മുടെ സുർജിത്തേട്ടൻ ആൻഡ് സഫാരീസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളതും. എല്ലാവരും അത് മാക്സിമം എൻജോയ് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട്. അപ്പം ഇനി ഈ GoPro കൂടെ ഉണ്ടായതുകൊണ്ട് അതിന് കുറച്ചും കൂടെ മികവ് കൂടും. അതായത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മാക്സിമം കൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് പുള്ളി ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റും.